മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് ദേവസ്വം രേഖകൾ. തനിക്ക് തന്നത് ചെമ്പുപാളികളെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തു. സ്വർണം നഷ്ടമായതിൽ ദേവസ്വവും സർക്കാരും മറുപടി പറയണമെന്ന് കോൺഗ്രസും CBI അന്വേഷണം വേണമെന്ന് BJP. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് തലസ്ഥാനത്തിന്റെ ആദരം. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. കാഴ്ചക്കാരില്ലെങ്കിൽ കലാകാരന്മാരില്ലെന്നും ലഭിച്ച പുരസ്കാരങ്ങൾ മലയാളിക്ക് സ്വന്തമെന്നും മോഹൻലാൽ. അതുല്യപ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് തീരത്തേക്ക്. അതീവ ജാഗ്രത. 100 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും അതിതീവ്ര മഴയ്ക്കും സാധ്യത. മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ മുന്നറിയിപ്പ്. കേരളത്തിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം എറണാകുളം നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിന് 25 കോടി രൂപ ലഭിച്ചത് TH 577825 നമ്പറിന്. ഭാഗ്യവാൻ കാണാമറയത്ത്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതിന് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് നരേന്ദ്രമോദി. പ്രതികരണം: ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെ മോദി എക്സിൽ കുറിച്ച വാക്കുകൾ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച് ട്രംപ്. ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത് ഇന്ത്യ. ജയം ഒരു ഇന്നിംഗ്സിനും 140 റൺസിനും. രവീന്ദ്ര ജഡേജയ്ക്ക് 4 വിക്കറ്റ്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിലും ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി തുടരും. ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റൻ. സഞ്ജു ടീമിലില്ല. കോഹ്ലിയെയും രോഹിത്തിനെയും ഉൾപ്പെടുത്തി. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്ത് ദേവസ്വം വിജിലൻസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. വൈകുന്നേരം 3 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. അന്വേഷണ സംഘത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന മൊഴിയെടുപ്പ് മണിക്കൂറുകളോളമാണ് നീണ്ടത്. വൈകുന്നേരം 3:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 7:30 പൂർത്തിയായി. സ്വർണ്ണപ്പാളി കാണാതായത് സംബന്ധിച്ചും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയത് സംബന്ധിച്ചും ശബരിമലയെ മുൻനിർത്തി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്നുമാണ് പോറ്റിക്കെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾ. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി വിജിലൻസ് ചോദിച്ചറിഞ്ഞുവെന്നാണ് സൂചന. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണെന്നും മൊഴിയെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തോടെ ഞാൻ സഹകരിക്കും. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ പോറ്റി നേരത്തെ നിഷേധിച്ചിരുന്നു. 2019 തനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. 2019 അറ്റകുറ്റപ്പണിക്കായി കൈമാറിയത് ചെമ്പുപാളികൾ എന്നാണ് ദേവസ്വം രേഖകളിലും പറയുന്നത്. അങ്ങനെയെങ്കിൽ 1999 UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന്റെ അസൽ പാളികൾ എവിടെയെന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും സമഗ്ര അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെടാനൊരുങ്ങി ദേവസ്വം ബോർഡ്. 1998 മുതൽ 2005 വരെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ഹൈക്കോടതിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം തനിക്ക് ലഭിച്ചത് ചെമ്പുപാളികൾ തന്നെയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആവർത്തിച്ചു. എന്നാൽ 1999 മെയ്യിൽ ദ്വാരപാലക ശില്പങ്ങൾ അടക്കമാണ് വിജയ് മല്യ സ്വർണം പൂശിയതെന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് സ്വർണം പൂശാൻ നൽകിയത് ചെമ്പുപാളികളായിരുന്നുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിയുന്നത്.
1999 വിജയ് മല്യ ശബരിമല ക്ഷേത്രം സ്വർണം പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയിരുന്നു. ഇത് ദേവസ്വം ബോർഡിന്റെ മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തിയ ദേവസ്വം ബോർഡ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അടുത്ത ദിവസം ദേവസ്വം ബോർഡ് ഇക്കാര്യം കോടതിയെ അറിയിക്കും. എന്നാൽ തനിക്ക് ദേവസ്വം ബോർഡ് തന്നുവിട്ടത് ചെമ്പുപാളികൾ തന്നെയാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലും അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് തന്ന ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെമ്പുപാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനിയെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കും. ഇക്കാര്യത്തിൽ നിലവിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കി താൻ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു. എന്നിട്ട് അത് അവിടെ നിന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാമെന്നല്ല. അതേസമയം 1999 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കാൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് 40 വർഷത്തെ വാറന്റിയുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതിനാലാണ് ഇയാൾക്ക് കത്തയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിൻ്റെ കാര്യമാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. അതേസമയം വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് കൂടുതൽ പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസും BJPയും. വിഷയത്തിൽ CBI അന്വേഷണത്തിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരിന് ഒളിച്ചുവെക്കാനൊന്നുമില്ലെങ്കിൽ കേസ് അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാഷ്ട്രീയ സഹായം കിട്ടിയെന്നും VD സതീശൻ ആരോപിച്ചു. CBI അന്വേഷിക്കണം. കാരണം ഇത് സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിന്റെ പരിധിയിൽ ഇവിടുത്തെ പോലീസുകാർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള കേസായതുകൊണ്ട് ഈ രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും, പഴയ ദേവസ്വം മന്ത്രിക്ക് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എതിരായിട്ട് അന്വേഷണം നടത്തണം എന്ന് ശക്തിയായ ആവശ്യപ്പെട്ടു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനും പരിമിതികളുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ഈ കാര്യങ്ങൾ അന്വേഷണം നടത്താൻ ബഹുമാന്യനായിട്ടുള്ള ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം അന്വേഷിക്കാൻ CBIയെ ഏൽപ്പിക്കുമോ? സർക്കാരിന് ഒളിച്ചുവെക്കാൻ, മറച്ചുപിടിക്കാൻ യാതൊന്നുമില്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഈ കാര്യം CBIയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ശബരിമല കേന്ദ്രീകരിച്ച് വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്ത് ബന്ധമുള്ള ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ധ്വംസിക്കാനും മനഃപൂർവമായി ശബരിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതി നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗൂഢശക്തികളുടെ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ള ആരോപണം, ആക്ഷേപം, ഭക്തജനങ്ങളുടെ ആവലാതികൾ എല്ലാം കുറേ നാളുകളോളമായി ഉയർന്നു വരികയാണ്. സർക്കാർ നടത്തുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്വർണ്ണപ്പാളി വിവാദമെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇത്രയധികം കൊള്ള നടന്ന വിവരം ശബരിമലയിൽ നിന്ന് പുറത്തുവരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. മിണ്ടേണ്ട സമയത്തൊക്കെ മിണ്ടുന്ന സർക്കാരാണിതെന്നും റിയാസ് പറഞ്ഞു. അതിന് ഉദാഹരണമാണ് അടിയന്തര പ്രമേയമെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ആറന്മുളയിലെ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആറന്മുള മൂർത്തിട്ട മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നാളികേരമുടച്ച് അയ്യപ്പ ചിത്രവുമേന്തി ശരണം വിളികളോടെ നാമജപ ഘോഷയാത്രയായാണ് ആറന്മുളയിലെ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് മാർച്ച് നടത്തിയത്. ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കിട്ടിയെങ്കിലും പ്രവർത്തകർ പള്ളിയോട സേവാ സംഘം ഓഫീസായ പാഞ്ചജന്യത്തിന് മുന്നിൽ ഒത്തുകൂടി. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിലടക്കം സ്വർണം പൊതിയുകയാണ് ചെയ്തിരുന്നതെന്നും അതിന് കൃത്യമായ രേഖകളുള്ളതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ആർ രാജശേഖരൻ പറഞ്ഞു. 1999 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡ് സെക്രട്ടറി അവിടുത്തെ ഡിവിഷണൽ എഞ്ചിനീയർക്ക് കത്ത് കൊടുക്കുന്നു. സാങ്ഷൻ കമ്മ്യൂണിക്കേഷൻ അനുമതി പത്രം കൊടുക്കുന്ന രേഖാമൂലം ഇത് പൊതിഞ്ഞ് അവിടെ സ്ഥാപിക്കുന്നതിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ളത്. ശബരിമലയെ തകർക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആരോപിച്ചു. ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാനും ക്ഷേത്രം മുതൽ കൊള്ളയടിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകാരുടെ പോറ്റിയാണെങ്കിൽ A പത്മകുമാറും VN വാസവനും PS പ്രശാന്തും തട്ടിപ്പുകാരുടെ അമ്പൂറ്റിമാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയുമ്പോൾ അയാൾ ഈ കള്ളന്മാരുടെ വെറും ഒരു പോറ്റിയാണെങ്കിൽ ഈ ആറന്മുള സ്വദേശിയായ പത്മകുമാറും വാസവനും പ്രശാന്തും ഒക്കെ കള്ളന്മാരുടെ അമ്പൂറ്റിമാരാണ്. ചടങ്ങിൽ അയ്യപ്പ സേവാ സമാജം സംസ്ഥാന ജോയിന്റ് കൺവീനർ ജയൻ ചെറുവള്ളി, മിനി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ചു. മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നതെന്നും മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ നേട്ടമാണിതെന്നും ശതാബ്ദിയോടടുത്ത മലയാള സിനിമയിൽ അരനൂറ്റാണ്ടോളമായി മോഹൻലാൽ നിറഞ്ഞാടുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മോഹൻലാൽ എന്ന അതുല്യപ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഈ പുരസ്കാരത്തിലൂടെ കാഴ്ചക്കാരില്ലെങ്കിൽ കലാകാരന്മാരില്ലെന്നും തനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരവും മലയാളികൾക്കുള്ളതാണെന്നും മറുപടി പ്രസംഗത്തിൽ മോഹൻലാൽ പറഞ്ഞു. ഇത് താൻ വളർന്ന മണ്ണാണെന്നും വൈകാരിക ഭാരം മറച്ചുവെക്കാൻ തന്റെ അഭിനയശേഷിക്ക് ആകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് കലാകാരനും എന്ന പോലെ ജീവിതത്തിലും കരിയറിലും ഉയർച്ചകളും താഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട്. വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാനും അനുഭവിച്ചു. രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത്. മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട്. എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല. തിരുവോണം ബമ്പർ 25 കോടി TH 5778 25 എന്ന ടിക്കറ്റിന് ഭഗവതി ഏജൻസിയിൽ നിന്നും നെട്ടൂർ സ്വദേശി ലതീഷ് വാങ്ങി വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ധനമന്ത്രി KN ബാലഗോപാലാണ് തിരുവോണം ബമ്പർ നറുക്കെടുത്തത്. പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കാത്തിരിപ്പിന് വിരാമമായി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം 25 കോടി TH 577825 എന്ന നമ്പറിന് 1 കോടി വീതം 20 പേർക്കാണ് രണ്ടാം സമ്മാനം. TB 221372, TB 659893, TC 736078 തുടങ്ങിയ 20 നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനം. വൈറ്റിലിയിലെ നെട്ടൂരിലെ INTUC ജംഗ്ഷനിലുള്ള ലതീഷ് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 25 കോടി അടിച്ചത്. മൂന്നാം സമ്മാനം 50 ലക്ഷം രൂപ വീതം 20 പേർക്കാണ്. 5 ലക്ഷം രൂപ വീതം 10 പേരാണ് നാലാം സമ്മാനത്തിന് അർഹരായത്. അഞ്ചാം സമ്മാനം 10 പരമ്പരകൾക്ക് 2 ലക്ഷം രൂപ വീതമാണ്. അച്ചടിച്ച 75 ലക്ഷം ടിക്കറ്റുകളിൽ അച്ചടിപ്പിശക് വന്ന ഒരെണ്ണമൊഴികെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി. വിജയികൾക്ക് ആശംസകൾ നേരുന്നതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മലയാളികളെല്ലാം ഓണം ബമ്പർ എടുക്കുന്നുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് യാത്ര
യാത്ര പോകുന്നവർ അല്ലെങ്കിലൊക്കെ അവിടുന്ന് തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ എടുക്കും. ഓണം ബമ്പർ ഓണാഘോഷം പോലെയാണ്. ഇപ്പോൾ ഓണം ബമ്പറിൻ്റെ ആ തുകയുണ്ട്. ഒന്നാം സമ്മാനം 25 കോടി മാത്രമല്ല, 20 പേർക്കാണ് ഓരോ കോടി വെച്ച് കിട്ടുന്നത്. അപ്പോൾ പല ലോട്ടറിയുടെ എഫക്റ്റാണിത്. പിന്നീട് 50 ലക്ഷം വെച്ചും അതേപോലെ ഉണ്ട്. 5.5 ലക്ഷത്തോളം വരുന്ന സമ്മാനങ്ങളുണ്ട്. ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാടാണ് ഒന്നാം സ്ഥാനത്ത്. 14 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പാലക്കാട് മാത്രം വിറ്റത്. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ തൃശൂർ, തിരുവനന്തപുരം ജില്ലകളാണ്. തിരുവനന്തപുരത്ത് പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും നടന്നു. ഒന്നാം സമ്മാനമായി 12 കോടി രൂപ ലഭിക്കുന്ന പൂജാ ബമ്പർ ടിക്കറ്റിന്റെ വില 300 രൂപയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണം ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കൊച്ചി നെട്ടൂർ സ്വദേശി ലതീഷ് വിറ്റ ടിക്കറ്റിനാണ്. വൈറ്റിലയിലെ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്നുമാണ് ലതീഷ് ടിക്കറ്റ് വാങ്ങിയത്. 1 വർഷം മുൻപാണ് ലതീഷ് ലോട്ടറി വിൽപ്പന ആരംഭിച്ചത്. വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്ന് ലോട്ടറി വിൽപ്പനക്കാരനായ നെട്ടൂർ സ്വദേശി ലതീഷ് എടുത്ത ടിക്കറ്റിനാണ് 25 കോടി രൂപ അടിച്ചിരിക്കുന്നത്. ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 800 ടിക്കറ്റുകളാണ് ലതീഷ് ഭഗവതി ഏജൻസിയിൽ നിന്നും വാങ്ങിയത്. നെട്ടൂർ INTUC ജംഗ്ഷനിലാണ് ലതീഷ് കട നടത്തുന്നത്. ലോട്ടറി കച്ചവടം ആരംഭിച്ചിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ നെട്ടൂരുകാർക്ക് കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം അവരെ കൊണ്ട് ജീവിച്ച ആളാണ് ഞാൻ 10-18 വയസ്സായപ്പോൾ ഇവിടെ തൊഴിലിന് വന്നാണ്. ഈ വെളിച്ചെണ്ണ ഹോൾസെയിലായിരുന്നു. കാരണം ഉമ്പളം പഞ്ചായത്തിലും മരട് മുനിസിപ്പാലിറ്റിയിലും എരൂര്, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലൊക്കെ വെളിച്ചെണ്ണ ലൈൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ നടുവിൻ്റെ ഒരു പ്രശ്നം കാരണം വെയിറ്റ് എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ നിർത്തിയതാണ്. പിന്നെ അത് അവിടെ ഒരു ലോട്ടറി കട ഉണ്ടായിരുന്നു. അത് നിർത്തിയപ്പോൾ ഈ തട്ട് അവിടെ കിടക്കായിരുന്നു. എൻ്റെ തട്ടല്ല, ചെറിയ തട്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു 1000 രൂപ കൊടുത്താൽ തട്ടും മേടിച്ചിട്ട് നേരെ വന്ന് വിറ്റെന്ന് തന്നെ ടിക്കറ്റ് എടുത്തോണ്ട് തുടങ്ങിയ. ഇപ്പം 1 കൊല്ലം 1 മാസമായി. പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ടിക്കറ്റാണ് ഭഗവതി ഏജൻസി ലതീഷിന് കൊടുത്തത്. ഭഗവതി ലോട്ടറി ഏജൻസി ആറ്റിങ്ങിലാണ് ഇതിൻ്റെ ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് പാലക്കാട് പോയി പർച്ചേസ് ചെയ്ത ആൾ ഇദ്ദേഹമാണ്. കഴിഞ്ഞ വർഷം മലപ്പുറത്തിനടുത്ത് നിന്നുള്ള 50 ലക്ഷം വെച്ചുള്ള പ്രൈസ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ അതിന് സന്തോഷമുണ്ട്. 25 കോടിയുടെ ഭാഗ്യവാനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഭഗവതിയിൽ നിന്നും വിറ്റുപോയ മറ്റൊരു ടിക്കറ്റിന് 50 ലക്ഷം രൂപയും അടിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനം പിൻവലിക്കണമെന്ന് പ്രവാസ ലോകത്ത് ആവശ്യം ഉയരുന്നു. നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം നൽകി. സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനം മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വിമാനയാത്രാ നിരക്ക് ഇനിയും വർദ്ധിപ്പിക്കാൻ ഈ നീക്കം കാരണമാകുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഗൗരവമായി ഇടപെടണമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അടക്കമുള്ള പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർക്ക് ഉംറ കർമ്മം നിർവഹിക്കാനാകില്ലെന്ന തരത്തിൽ അടുത്തിടെ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഉംറ വിസയ്ക്കുള്ള വ്യക്തിഗത അപേക്ഷയിൽ വരുത്തിയ ചില നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് ഉംറ ചെയ്യാനാകില്ലെന്ന തെറ്റായ വാർത്ത പ്രചരിക്കാൻ കാരണം. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ വികസിത ഭാരത റൺസ് വിപുലമായി സംഘടിപ്പിച്ചു. ജിദ്ദ കോൺഷിൽ അതിരാവിലെ നടന്ന പരിപാടിയിൽ ജിദ്ദയിലെ സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ തുറകളിൽപ്പെട്ട 100 കണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലർ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ വികസിത് ഭാരത് റൺ ആരംഭിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരതം 2047 എന്ന കാഴ്ചപ്പാടിനെ പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു പരിപാടി. ലോകമെമ്പാടുമുള്ള 150-ലേറെ നഗരങ്ങളിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് ജിദ്ദയിലും വികസിത് ഭാരത റൺസ് സംഘടിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പാർട്ട് ടൈം ജോലി അവസരങ്ങൾ സംബന്ധിച്ച പരസ്യങ്ങളോട് പ്രതികരിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. ദുബായ് പോലീസിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ ആന്റി ഫ്രോഡ് സെന്ററാണ് പൊതുജനങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകിയത്. മികച്ച ശമ്പളത്തിൽ താൽക്കാലിക ജോലി അവസരം എന്ന രീതിയിലാണ് പരസ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇരകളെ ലഭിച്ചാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കി നിയമവിരുദ്ധ പണമിടപാടുകൾക്കുമാണ് ഉപയോഗിക്കുന്നത്. ജോലിക്കായി അപേക്ഷിക്കും മുൻപ് തൊഴിൽ ഉടമയുടെയും സ്ഥാപനത്തിന്റെയും വിശ്വാസ്യത ഉറപ്പാക്കണമെന്നും പരിചയമില്ലാത്ത വ്യക്തികൾക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ വ്യക്തിഗത വിവരങ്ങൾ കൈമാറരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കുവൈറ്റിലെ ഫഹലിൽ മനുഷ്യക്കടത്തും അനധികൃത വിസ വിൽപ്പനയും നടത്തിയ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസ് കണ്ടെത്തിയ അധികൃതർ. രാജ്യത്തെ സംഘടിത കുറ്റകൃത്യങ്ങളും അനധികൃത തൊഴിലാളി പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ നടപടി. ഈ ഓഫീസിൽ വിസ വിൽപ്പന, തൊഴിലാളികളെ അനധികൃതമായി താമസിപ്പിക്കൽ, സാമ്പത്തിക ലാഭത്തിനായി അവരെ ചൂഷണം ചെയ്യൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓഫീസ് പരിസരത്ത് റെയ്ഡ് നടത്തുകയും ഓഫീസിന്റെ മാനേജർമാരെ
തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓഫീസിന്റെ താമസ സ്ഥലത്ത് നിന്നും ഏഷ്യൻ രാജ്യക്കാരായ 29 വനിതാ തൊഴിലാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. തൊഴിലാളികളുടെ കരാറുകൾ വീണ്ടും വിൽക്കുന്നതിന് മുൻപ് സർക്കാർ ഫീസിന് പുറമെ 1100 മുതൽ 1300 കുവൈറ്റ് ദിനാർ വരെ തുക ഈടാക്കിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽപാത 2030 പൂർത്തിയാകുമെന്ന് അധികൃതർ. ദുബായിൽ നടന്ന ആഗോള റെയിൽ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. UAE, സൗദി, ബഹ്റിൻ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽപാത GCC രാജ്യങ്ങളിലെ ടൂറിസം, നിക്ഷേപം എന്നീ മേഖലകൾക്ക് ഗതിവേഗം പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു. GCC റെയിൽ നെറ്റ്വർക്കിന് 2220 കിലോമീറ്ററാകും ആകെ നീളം. UAEയിൽ നിന്നും ഒമാനിലേക്കുള്ള ഫഹദി റെയിൽ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. നിർമ്മാണം പൂർത്തിയായി അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കുന്ന എത്തിഹാദ് റെയിലുമായി ഹഫീദ് റെയിലിനെ ബന്ധിപ്പിക്കും. ഇനി മറ്റു വാർത്തകൾ നോക്കാം. അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുന്നതോടെ തീരദേശ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി തീരദേശ ജില്ലകളോട് സജ്ജമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. കൊൽക്കത്തയിലെ ആയുധംഗങ്ങൾക്കായി പവർ ഓഫ് യജ്ഞ എന്ന ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഭഗവത്ഗീതയും കർമ്മയോഗത്തെക്കുറിച്ചുമുള്ള അമ്മയുടെ മാർഗനിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി നടത്തിയ ശില്പശാലയിൽ നിരവധി യുവാക്കൾ പങ്കെടുത്തു. എല്ലാ പ്രവൃത്തികളും യജ്ഞ മനോഭാവത്തോടെ എങ്ങനെ അനുഷ്ഠിക്കാമെന്നും വിദ്യാർത്ഥി ജീവിതത്തിലും വിവിധ തൊഴിൽ മേഖലകളിലും കർമ്മയോഗം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും വിശദമാക്കുന്നതായിരുന്നു ശില്പശാല. എല്ലാ പ്രവൃത്തികളും യജ്ഞമനോഭാവത്തോടെ എങ്ങനെ അനുഷ്ഠിക്കാമെന്നും വിദ്യാർത്ഥി ജീവിതത്തിലും തൊഴിൽ മേഖലകളിലും കർമ്മയോഗം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും യുവാക്കളെ ബോധ്യപ്പെടുത്താനായിരുന്നു ശില്പശാല. അമ്മയുടെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ലോകശാന്തിക്കായുള്ള പ്രാർത്ഥന നടത്തിയ ശേഷം നിസ്വാർത്ഥ സേവനത്തിനും ആത്മീയ വളർച്ചയ്ക്കും സഹായകമായ രീതിയിൽ ജീവിതത്തിൽ ചെയ്യാനുദ്ദേശിക്കുന്ന ലളിതമായ യജ്ഞങ്ങളെക്കുറിച്ച് പ്രതിജ്ഞയെടുത്തു. അയുട്ട് ഇന്ത്യ നാഷണൽ കോർഡിനേഷൻ ടീം അംഗങ്ങളായ ബ്രഹ്മചാരിണി അമൃതാത്മിക ചൈതന്യ, ബ്രഹ്മചാരിണി നിസീമ, അമൃത യൂണിവേഴ്സിറ്റി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം മാനേജർ അമൃത സിൻഹ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വർക്ക്ഷോപ്പ്. ഗീതാശ്ലോക പാരായണം, ധ്യാന പരിശീലനം, ടീം ബിൽഡിംഗ് ഗെയിംസ്, ആധ്യാത്മിക ചർച്ചകൾ, ഭജന, അമ്മയുടെ ജീവിതത്തെയും ഉപദേശങ്ങളെയും ആസ്പദമാക്കിയുള്ള പ്രത്യേക അവതരണം എന്നിവ ശില്പശാലയുടെ ഭാഗമായി നടന്നു. അമ്മയുടെ സാന്നിധ്യത്തിലുണ്ടായ വ്യക്തിപരമായ അനുഭവങ്ങൾ അയുധംഗങ്ങൾ പങ്കുവച്ചു. ഇന്നത്തെ യുവാക്കളിലെ മാനസിക സംഘർഷം എന്ന സ്കിറ്റും അയുധംഗങ്ങൾ അവതരിപ്പിച്ചു. ആത്മീയ തത്വങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ കൂടുതൽ സന്തുലിതവും കരുണാപൂർണവുമായ ഒരു ലോകം സൃഷ്ടിക്കാനാവുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ ശില്പശാല മാറി. ന്യൂസ് ഡെസ്ക്, അമൃത TV. ബീഹാറിനെ ലക്ഷ്യമിട്ട് യുവജനക്ഷേമത്തിന് 62,000 കോടിയുടെ വമ്പൻ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ ബിരുദധാരികൾക്ക് നൈപുണ്യ പരിശീലനത്തോടൊപ്പം 2 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ വീതം അലവൻസ്, വിവിധ സംസ്ഥാനങ്ങളിലായി 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകൾ, 400 ജവഹർ നവോദയ വിദ്യാലയങ്ങളും 200 ഏകലവ്യ മോഡൽ വിദ്യാലയങ്ങൾ എന്നിവ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിൽപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനം ഉറപ്പാക്കിക്കൊണ്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 12ഓളം IT സെക്ടറുകളിലേക്ക് ഗ്രാമങ്ങളിൽ നിന്നും ട്രൈബൽ മേഖലയിൽ നിന്നും വിദ്യാർത്ഥികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൊക്കേഷണൽ സ്കിൽ ലാബുകൾ സ്ഥാപിക്കുന്നത്. മുഖ്യമന്ത്രി നിശ്ചയ് സ്വയം സഹായതാ യോജന വഴിയാണ് ബിരുദം പൂർത്തിയാക്കിയ യുവജനങ്ങൾക്ക് 1000 രൂപ അലവൻസ് വിതരണം ചെയ്യുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. ഗാസ സമാധാന പദ്ധതി ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബന്ദികളെ മോചിപ്പിക്കുമെന്ന സൂചനകൾ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് മോദി പോസ്റ്റിൽ പറയുന്നു. ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനുമുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ പ്രധാന ഉപാധികൾ അംഗീകരിച്ച ഹമാസ് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമായാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. സമാധാന കരാർ അംഗീകരിക്കണമെന്ന് US പ്രസിഡന്റ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു. കായിക വാർത്തകൾ നോക്കാം. വിൻഡീസിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സ് ജയം. 140 റൺസിനും ഇന്നിംഗ്സിനും ഇന്ത്യ വിൻഡീസിനെ തകർത്തു. 2 ഇന്നിംഗ്സിലും ദയനീയമായി തകർന്നടിഞ്ഞ വിൻഡീസ് അഹമ്മദാബാദിൽ വൻ പരാജയം ഏറ്റുവാങ്ങി. ആദ്യ ഇന്നിംഗ്സിൽ 162 റൺസിന് പുറത്തായ വിൻഡീസ് രണ്ടാം ഇന്നിംഗ്സിൽ 146 റൺസിന് പുറത്തായി. 286 റൺസിന്റെ ലീഡാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ സ്വന്തമാക്കിയത്.
ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏകദിന പരമ്പരയിൽ മുതിർന്ന താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തി. അതേസമയം ടെസ്റ്റ് ടീം നായകൻ ശുഭ്മാൻ ഗിൽ ഏകദിനത്തിലും ടീമിനെ നയിക്കും. രോഹിത് നായക സ്ഥാനം നഷ്ടമായി. 2027 ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് സെലക്ടർമാരുടെ നീക്കം. 3 ഏകദിനവും 5 T20 മത്സരങ്ങളും പരമ്പരയിലുണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.